കഴിഞ്ഞ ജൂൺ 12-ന് പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബിനുവിന്റെ ഭാര്യ സീത കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. വനത്തിനുള്ളിൽ മീൻമുട്ടി ഭാഗത്ത് വെച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന എടുത്തെറിഞ്ഞതാണ്. ഗുരുതരമായി പരിക്കേറ്റ സീതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ മരിച്ചു. സംഭവം നടന്നതിന് 2 ദിവസം കഴിഞ്ഞ് സംസ്ഥാന വനമന്ത്രി ഇങ്ങനെ പറഞ്ഞു. അവരുടെ ഭർത്താവ് തന്നെ ഈ സ്ത്രീയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നാണ്. എന്നിട്ട് ഭർത്താവ് തന്നെ പോലീസുകാരോടും ഫോറസ്റ്റുകാരോടും ബന്ധപ്പെട്ടവരോട് ആന ചവിട്ടിയാണ് എൻ്റെ ഭാര്യ മരിക്കാനിടയായത് എന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം തന്നെ ആ ശരീരം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കാട്ടാനാക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നുവെന്നാണ് ഫോറൻസിക് സർജൻ പറഞ്ഞതെന്നും വനമന്ത്രി അന്ന് വ്യക്തമാക്കി. എന്നാൽ ഉണ്ടായത് മറ്റൊന്നു. വാരിയലുകൾ ഒടിഞ്ഞത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ. ഭർത്താവ് മക്കളും ചേർന്ന് 1.5 കിലോമീറ്ററോളം ചുമന്ന് കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. അതുകൊണ്ടാകാം കഴുത്തിൽ കൂടുതൽ പരിക്ക് പറ്റിയത്. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പരിക്കേറ്റ അമ്മയോട് തന്നെ ചോദിച്ചാണ് സ്ഥലം മറ്റുള്ളവരെ വിളിച്ചറിയിച്ചു കൊടുത്തതും. കുട്ടികൾ ഒപ്പമുണ്ടായിരുന്നു, അയാളും. പക്ഷേ ഇതൊന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിശ്വസിച്ചില്ല. അവരുടെ വാക്കുകേട്ട വനമന്ത്രി ഒരു സംശയവുമില്ലാതെ ആദിവാസിയായ ബിനുവിനെ കൊലപാതകിയാക്കി. എന്നാൽ കേസ് വിശദമായി അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞത് മറ്റൊന്നാണ്. കാട്ടാന ആക്രമണത്തിൽ സംഭവിച്ചതാണ് പരിക്കെന്ന് ഫോറൻസിക് സർജൻ പറഞ്ഞുവെന്ന് SP ഇക്കാര്യം സ്ഥിരീകരിച്ചു. സീതയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴുണ്ടായ പരിക്കുകളുണ്ട്. ആനയെ പേടിച്ച് സീതയെ എടുത്ത് ഓടിയപ്പോൾ പലതവണ അവർ വീണു. അങ്ങനെ പരിക്ക് കൂടിയിരിക്കാം. ഭർത്താവിൻ്റെയും കുട്ടികളുടെയും മൊഴി വിശദമായി എടുത്തു. മാറ്റിയിരുത്തി ചോദ്യം ചെയ്തു. ഒരു വൈരുദ്ധ്യവുമില്ല മൊഴികളിൽ. ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. പക്ഷെ വനമന്ത്രി ആദ്യം തന്നെ കൊലപാതകം എന്നുറപ്പിച്ചു. ആദിവാസിക്ക് വോട്ട് ബാങ്ക് പിന്തുണയും പ്രിവിലേജുമില്ലാത്തതിനാൽ ആരോപിക്കാൻ എളുപ്പമായി. മാധ്യമങ്ങളും പറ്റാവുന്ന പോലെ ആദിവാസിയെ വില്ലനാക്കി. കാട്ടാന ചവിട്ടി എന്ന പുതിയ റിപ്പോർട്ടും ഒരു ഖേദമോ ഭാവഭേദമോ ഇല്ലാതെ നൽകി. എല്ലാവരും അടുത്ത വാർത്തയിലേക്ക് പോയി. എന്നാൽ ഇതൊരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പിൽപ്പെട്ട മനുഷ്യനായിരുന്നു എന്ന് കരുതുക. കേരളം എങ്ങനെ എടുത്തേനെ ഈ വാർത്ത? അണ്ടർ പ്രിവിലേജ്ഡായ മനുഷ്യർക്കൊപ്പം മന്ത്രിയോ മാധ്യമങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഉണ്ടാവില്ലെന്ന് സത്യം ബോധ്യപ്പെടുത്താൻ കൂടി ഈ ഉദാഹരണം ഉപകരിക്കും. പക്ഷേ ഇടുക്കി SP വാക്കുകളിൽ ഒരു ഖേദമുണ്ട്. വളരെ സഹതാപത്തോടെയാണ് ഇടുക്കി SP കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എലഫന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മക്കളും ഒക്കെ. അതിനിടയ്ക്കിലും കുറേ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരുന്നിടക്ക് പലതവണ വീണതായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഫോൺ കോൾസും മറ്റുമൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മകൻ തന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ ഏത് സ്ഥലമാണെന്നൊക്കെ ഉള്ളത്. അമ്മയോട് ചോദിച്ചിട്ടാണ് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ഥലത്താണെന്നുള്ളത്. അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ്. അന്തിമ റിപ്പോർട്ട് പീരുമേട് കോടതിയിൽ ഉടൻ സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ആദിവാസിയായ ബിനുവിനെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച വനമന്ത്രി മറുപടി പറയണ്ടേ? മരണകാരണം നെഞ്ചിലും കഴുത്തിനും പിന്നിലുമേറ്റ പരിക്കുകളെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയുടെ 2 വശത്തും പരുക്കൻ പ്രതലത്തിൽ ചെന്നിരിച്ച പരിക്കുണ്ട്. മുഖത്ത് ശക്തമായ അടിയേറ്റ പരിക്ക്. വാരിയിൽ പൊട്ടി ശ്വാസകോശത്തിൽ കയറി. ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാനയുടെ ആക്രമണത്തിലെന്ന മൊഴിയിൽ ഭർത്താവ് ബിനു അന്നേ ഉറച്ചു നിന്നു. തന്നെയും കാട്ടാന 15 അടിയോളം ദൂരേക്ക് തുമ്പിക്കൈ കൊണ്ട് തട്ടിയെറിഞ്ഞു. സീതയെ 2 തവണ കാട്ടാന ആക്രമിച്ചു. ഇപ്പോൾ പക്ഷേ കേസിൽ കുടുക്കാൻ മനഃപൂർവ്വം ചിലർ ശ്രമിക്കുന്നു. അയാൾ വിലപിച്ചു. താനും മക്കളും മാത്രമാണ് സീതയ്ക്കൊപ്പം കാട്ടിലേക്ക് പോയത്. അപകടം നടന്നു. ചിലപ്പോൾ സാമ്പത്തിക സഹായമായി 10 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. കോടികൾ തന്നാലും എനിക്ക് എൻ്റെ ആളിനെ തിരിച്ചു കിട്ടുമോ? എൻ്റെ ചങ്കാണ് പോയത്. ദരിദ്രനായ ആ ആദിവാസി പറഞ്ഞ വാക്കുകളാണിത്.
ദരിദ്രനായി ഒരു കൂരയിൽ കഴിയുന്ന മനുഷ്യനാണ് കോടികൾ തന്നാലും നഷ്ടപ്പെട്ടയാളിന് തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചത്. ഏതായാലും കുറ്റവാളി എന്ന് ചിത്രീകരിച്ച് അങ്ങനെ അല്ലെന്ന് തെളിഞ്ഞെങ്കിലും ആദിവാസിയായതുകൊണ്ട് ഖേദമൊന്നും ആവശ്യമില്ലെന്ന് രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും അടക്കമെടുത്ത സമീപനം വ്യക്തമാക്കുന്നു. കാരണം ആദിവാസിക്ക് വോട്ട് ബാങ്കോ താരപ്പൊലിമയോ രാഷ്ട്രീയ സ്വാധീനമോ പ്രിവിലേജോ ഇല്ല. ഛത്തീസ്ഗഡിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നക്സൽ വേട്ടയിൽ 500-ലധികം പേരാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടത്. ഇതിൽ നല്ലൊരു ശതമാനം നക്സൽ നേതാക്കളും പ്രവർത്തകരുമുണ്ടെങ്കിലും മാവോയിസം എന്തെന്ന് പോലും അറിയാത്ത നിരപരാധികളായ എത്രയോ ആദിവാസികൾ കൂടി ആ എൻകൗണ്ടർ കൊലകളിൽ ഇരകളായി. മരിച്ചാലും ജീവിച്ചാലും ഒരു വിലയും സമൂഹം കൽപ്പിക്കാത്തവരായി അവർ ഇപ്പോഴും കഴിയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ വനമന്ത്രി നിസ്സംശയം വെച്ച് കാച്ചിയതിൽ ഇനി കൂടുതലൊന്നും സംഭവിക്കാനില്ല. ആ വാക്കുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അയാൾ കാട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ കൊന്നു.